ഹലോ ഗൈസ്, അപ്പോൾ എന്താ പരിപാടി? നമുക്ക് ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ഭയങ്കര സിമ്പിളാണ്, എൻ്റെ സ്റ്റൈൽ ഓഫ് വേർഷനാണ്. അതിനാവശ്യമായ സാധനങ്ങളാണ് ഞാനിപ്പോൾ ഈ നിരത്തി വച്ചേക്കുന്നത്. ഇതൊന്നും കണ്ടാലും പേടിക്കേണ്ട, ഭയങ്കര സിമ്പിളാണ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ പരിപാടി? ആദ്യം നമ്മൾ എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, മുളകിടുക, കറിവേപ്പില ഇടുക, പച്ചമുളക് ഇടുക. ഇതുവരെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ സവാള ഇടണം. സവാള നമുക്ക് ആവശ്യമുള്ള, ഞാനൊരു 3 ഇട്ടിട്ടുണ്ട് സവാള, കാരണം ഇവിടെ എല്ലാവർക്കും ഗ്രേവി ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ കാരണവന്മാർ പറഞ്ഞിട്ടുള്ള കുറച്ച് ഉപ്പിടുന്ന പരിപാടി, വേഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അത് ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇടുക. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം മസാല ഇടുക. മസാല മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതിട്ടിട്ട് അതിൻ്റെ ഒരു സ്മെല്ലും കൂടെ ഒന്ന് മാറണം, പച്ച സ്മെല്ല് മാറണം. അത് കഴിഞ്ഞ് ടൊമാറ്റോനെ ഇടുക. ടൊമാറ്റോയും മസാലയും കൂടെ ഒന്ന് സെമി ഗ്രേവി പോലെ ആവണം, നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ആ ഒരു സെമി ഗ്രേവി പോലെ ആവുമ്പോൾ നമ്മുടെ ചിക്കൻ കുട്ടപ്പനെ എടുത്തിടണം. ചിക്കൻ കുട്ടപ്പൻ സുന്ദര കുട്ടപ്പനാക്കി വെച്ചേക്കാണ് ഇടാനുള്ളത്. സുന്ദര കുട്ടപ്പനാക്കാൻ വേണ്ടി വേറൊന്നുമില്ല. ചിക്കനകത്ത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, കുരുമുളക് ഇത് വെച്ചിട്ട് ആ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്യിപ്പിക്കുക. ഒരു 2 മിനിറ്റ് അത്രയും മതി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കൻ വേവുള്ള വെള്ളം ഒഴിക്കണം. വെള്ളം എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കാവൂ, പച്ചവെള്ളം ഒഴിക്കരുത്, അപ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. വേവിച്ചിട്ട് ഒരു പകുതി വേവാകുമ്പോൾ ആ മൂടി ഒന്ന് തുറന്നിട്ട് അതിനകത്ത് നമ്മുടെ ഗരം മസാല, ചിക്കൻ മസാല കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം എപ്പോൾ ഒഴിച്ചാലും ചൂടുവെള്ളം മാത്രമേ ഒഴിക്കുക, ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ചിക്കനൊക്കെ വെന്ത് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് മല്ലിയിലയും കറിവേപ്പില ഇടുക. ഇത്രയാണ് ഭയങ്കര സിമ്പിൾ ചിക്കൻ കറി. ഞാൻ എപ്പോഴും ട്രൈ ചെയ്ത് നോക്കുന്ന ഈ റെസിപ്പിയാണ്. ഇന്ന് എൻ്റെ വീട്ടിൽ ഇതിൻ്റെ കൂടെ കഴിക്കാൻ കോംബോ നെയ്ച്ചോറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, സീ യു.